എടപ്പാൾ മേഖലയെ ഭീതിയിലാഴ്ത്തിയ ജനാലക്കള്ളൻ ഒടുവിൽ പിടിയിലായി. നിരവധി മോഷണം പിടിച്ചുപറി കേസുകളിലെ പ്രതിയായ കാഞ്ഞിരമുക്ക് പത്തായി നെടുമ്പുറത്ത് റിബിൻ രാജ് എന്ന 34കാരനാണ് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ കീഴടങ്ങിയത്. എടപ്പാൾ പെരുമ്പറമ്പ്, പോൽപ്പാക്കര, പാറപ്പുറം, കാലടി, കാവിൽപ്പടി മേഖലകളിൽ വീടിന്റെ ജനൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികൾ ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്ത് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ സംഭവത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത്. എടപ്പാൾ മേഖലയിൽ പുലർച്ചെ നടത്തിയ കളവ് കേസുകളിലെ പ്രതിയെക്കുറിച്ച് പോലീസ് വ്യാപക അന്വേഷണം നടത്തിയിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും മോഷണം നടന്ന വീടുകളിലെ ദൃക്സാക്ഷികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും പുറകിൽ ലൈറ്റ് ഓഫ് ചെയ്ത ഒരു നീല സ്കൂട്ടറിലെത്തുന്ന കറുത്തു തടിച്ച ആളാണ് മോഷ്ടാവ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. തുടർന്ന് രാത്രികാലങ്ങളിൽ പോലീസ് ബൈക്ക് പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കി. പ്രതിയെ നിരീക്ഷിച്ചു വരവെ കാവൽപ്പടിയിൽ വീട്ടിൽ ജനാല വഴി ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം എടപ്പാൾ പഴയ ബ്ലോക്കിനടുത്ത് ഒരു വീട്ടിലെ ജനാല വഴി രണ്ടാം മോഷണത്തിന് ശ്രമിച്ച മോഷ്ടാവ് വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ പ്രതിയുടെ സ്കൂട്ടറിന്റെ താക്കോൽ നഷ്ടപ്പെടുകയും വാഹനം സമീപത്ത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം പരിസരത്തെ പ്രകാശൻ എന്നയാളുടെ വീട്ടിൽ നിന്നും ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ച് അതിൽ രക്ഷപ്പെടുകയായിരുന്നു. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്കൂട്ടറിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇത് മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ശേഷം ബാംഗ്ലൂരിലും പഴനിയിലും എറണാകുളത്തെ വിവിധ സ്ഥലങ്ങളിലുമായി പ്രതി ഒളിവിൽ കഴിഞ്ഞുവരവെ തൃശൂർ ചാലക്കുടിയിൽ പ്രതി താമസിക്കുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് ചാലക്കുടിയിലെത്തിയെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതി എടപ്പാളിലെത്തി രാത്രിയിൽ എടപ്പാൾ ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷണം നടത്തി കടന്നുകളഞ്ഞു. പിന്നീട് ഈ മോഷ്ടിച്ച ബുള്ളറ്റുകൾ എടപ്പാൾ പരിസരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് ഇയാൾ പൊന്നാനി കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതിൽ പൊൽപ്പാക്കര റിജോയുടെ വീടിന്റെ ജനൽ കുത്തിത്തുറന്ന് പുലർച്ചെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ ദേഹത്തെ 3 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസ്, പാറപ്പുറം കാലടി വില്ലേജ് ഓഫീസിനടുത്തുള്ള യമുന എന്ന സ്ത്രീയുടെ ദേഹത്ത് നിന്ന് പുലർച്ചെ വീടിന്റെ ജനൽ കുത്തിത്തുറന്ന 1.5 പവൻ സ്വർണ്ണം കവർന്ന കേസ്, കാവിൽപ്പടി അനിൽകുമാറിന്റെ വീടിന്റെ ജനൽ കുത്തിത്തുറന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ 3.5 പവൻ സ്വർണം കവർന്ന കേസ്, എടപ്പാൾ പഴയ ബ്ലോക്കിൽ വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ബൈക്ക് കളവ് നടത്തിയ കേസ്, എടപ്പാൾ ഹോസ്പിറ്റലിൽ നിന്നും പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടുള്ള ബുള്ളറ്റ് ബൈക്ക് കളവ് നടത്തിയ കേസ്, കാലടിയിൽ വില്ലേജ് ഓഫീസിനടുത്ത് വിവാഹം നടന്ന വീട്ടിൽ ജനൽ കുത്തിത്തുറന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ 1.5 പവൻ കൈച്ചെയിൻ മോഷണം നടത്തിയ കേസ്, കാലടിയിൽ ജനൽ കുത്തിത്തുറന്ന് ഉറങ്ങിക്കിടന്ന യുവതിയുടെ ശരീരഭാഗങ്ങളിൽ പിടിച്ച് മാനഹാനി വരുത്തിയ കേസ്, നിരവധി വീടുകളിൽ ജനലിലൂടെ ഒളിഞ്ഞുനോക്കിയും കുളിമുറിയിൽ ഒളിഞ്ഞുനോക്കിയും മറ്റുമുള്ള പരാതികളും എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതി റിബിൻ രാജിനെ സംഭവസ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത്, എസ്ഐമാരായ അറിയു അരുൺ, പ്രവീൺകുമാർ, എഎസ്ഐമാരായ മധുസൂദനൻ, സനോജ് എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, എസ് പ്രശാന്ത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഈസ്റ്റ് ലൈവ്, എടപ്പാൾ.